ഇത് പ്രേതനഗരം എന്നെഴുതി തള്ളപ്പെട്ടിരിക്കുന്ന ചരിത്രമുറങ്ങുന്ന ഭൂമി. 1964 ഡിസംബറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ തകർന്ന ധനുഷ്കോടിയിലെ വിജനപ്രദേശങ്ങൾ. അനാഥമാക്കപ്പെട്ട, വിസ്മരിക്കപ്പെട്ട ആ മണ്ണിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യപ്പെട്ട ഒരു പരിശുദ്ധ അൾത്താരയുടെ പുണ്യചരിത്രവും വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. രാമേശ്വരത്തിന്റെ അഗ്രഭാഗത്ത് ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച പട്ടണമായിരുന്നു ധനുഷ്കോടി. 1964 ഡിസംബർ 22 രാത്രി എല്ലാം മാറ്റിമറിച്ചു. ആ നിർഭാഗ്യകരമായ രാത്രിയിൽ രാമേശ്വരത്ത് ഒരു വിനാശകരമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. 7.6 മീറ്ററിലധികം ഉയരത്തിൽ തിരമാല കരയിലേക്ക് പാഞ്ഞെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ പട്ടണം മുഴുവനെയും തിര വിഴുങ്ങി. വീടുകൾ, റെയിൽവേ ട്രാക്കുകൾ, ഈ പള്ളിയും അതിൽ നശിപ്പിക്കപ്പെട്ടു. പ്രഭാതമായപ്പോൾ ധനുഷ്കോടി ജീവാംശമില്ലാത്ത വിജനപ്രദേശമായി ശേഷിച്ചു. സർക്കാർ അത് വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു. തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ ഒരു പ്രേത നഗരമായി ഇവിടം മാറി. ഇന്ന് മേൽക്കൂരയില്ലാതെ കാലപ്പഴക്കം കൊണ്ട് തകർന്ന ചുവരുകൾ മാത്രമുള്ള കെട്ടിട അവശിഷ്ടമായി ഈ പള്ളി നിലകൊള്ളുന്നു. ബലിപീഠത്തിന്റെയും മുൻഭാഗത്തിന്റെയും ശേഷിപ്പുകൾ മാത്രമേ ഇനിയുള്ളൂ. അവ പട്ടണത്തിന്റെ ദാരുണമായ അന്ത്യത്തിന് നിശബ്ദ സാക്ഷികളായി നിലകൊള്ളുമ്പോഴും അവിടെ അർപ്പിക്കപ്പെട്ട ദിവ്യബലികളുടെയും ഉയർന്ന പ്രാർത്ഥനകളുടെയും അലയടികൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്ന പ്രതീതി വിസ്മയിപ്പിക്കുന്നതാണ്. തീരം കവർന്ന തിരകളിൽ ഒലിച്ചുപോയ ഒരു ദേശത്തിന്റെ ജീവന്റെ തുടിപ്പിന്റെ ദാരുണ സ്മാരകം എന്നതിലപ്പുറം ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണമായി, വിശ്വാസ പുനർജീവനത്തിനുള്ള ആഹ്വാനമായി, ആത്മീയ ഉണർവിനുള്ള ക്ഷണമായി ഈ ദേവാലയ ശേഷിപ്പുകൾ നിലകൊള്ളുന്നു. പ്രേതനഗരമെന്ന് തമിഴ്നാട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രദേശത്തെ, ഇവിടെ അനേകം ദിവ്യബലികൾ നടന്ന് കടന്നുപോയ ഈ ദേവാലയത്തിൻ്റെ തിരുശേഷിപ്പുകൾ പേറുന്ന ഈ ദേശത്ത് ഇത് പുരാവസ്തു ഗവേഷകർ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇതൊരു വലിയൊരു സാക്ഷ്യമായി സമൂഹത്തിന് കൊടുക്കണമെന്നാണ് ഷെക്കീന ന്യൂസിൻ്റെ ആവശ്യം. സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്, ധനുഷ്കോടി.